Good morning, students. Inheritance ബാക്കിയാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ ജാവ. സാധാരണയായിട്ട് നമ്മൾ CVP-ക്കകത്തൊക്കെ പഠിച്ച പോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ടല്ലേ. സിംഗിൾ ഉണ്ട്, മൾട്ടി ലെവൽ ഉണ്ട്, ഹൈറാർക്കിക്കൽ ഉണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് ഉണ്ട്. 5 ടൈപ്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജാവയ്ക്കകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇൻഹെറിറ്റൻസ് പെർഫോം ചെയ്യുന്ന എന്തിന്റെ ബേസിലാണ്? ക്ലാസ് എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ ബേസിലാണ്, ക്ലാസിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ ബേസിലാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് ഉണ്ടാകുന്നത്. ജാവയ്ക്കകത്തൊരു പ്രത്യേകത ഉണ്ട്, ക്ലാസിന്റെ ബേസിൽ 3 ഇൻഹെറിറ്റൻസ് മാത്രമേ സപ്പോർട്ട് ആവത്തുള്ളൂ, ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ആവത്തുള്ളൂ. സിംഗിളും മൾട്ടി ലെവലും അതുപോലെ തന്നെ ഹൈറാർക്കിക്കലും. ഇനി മൾട്ടിപ്പിളിനകത്തും ഹൈബ്രിഡിനകത്തും വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബേസ് ക്ലാസ്സിൽ നിന്നാണ് അവിടെ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കോഡ് കോംപ്ലക്സിറ്റി കൂടുന്നത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്ലാസിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ച് മൾട്ടിപ്പിളും ഹൈബ്രിഡും സപ്പോർട്ട് ചെയ്യിക്കുന്നില്ല. പകരം ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജാവയ്ക്കകത്ത് മൾട്ടിപ്പിളും ഹൈബ്രിഡും സപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ജാവയ്ക്കകത്ത് ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെയാണ്? സിംഗിളും മൾട്ടി ലെവലും ഹൈറാർക്കിക്കലുമാണ്. ഇന്റർഫേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടിപ്പിളും ഹൈബ്രിഡും കൂടെ യൂസ് ചെയ്യുന്നത്. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് ഓരോ ടൈപ്സിന്റെ ഫിഗറും കൂടെയാണ്. നിങ്ങൾ ഈ ഫിഗറും കൂടെ പഠിച്ചു വെക്കണം കേട്ടോ. ഇൻഹെറിറ്റൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫിഗർ കൂട്ടി വേണം നിങ്ങൾ എക്സാമിന് എഴുതാനായിട്ട്. അപ്പൊ സിംഗിൾ എന്തിരിക്കുന്നു നോക്കിയേ, ഫിഗറിനകത്ത് തന്നെ ഉണ്ട്. എന്താണ്? ഒരു സിംഗിൾ ബേസ് ക്ലാസ്സിൽ നിന്നാണ് ഒരു ഡിറൈവ്ഡ് ക്ലാസ്, ഒരു സിംഗിൾ ഡിറൈവ്ഡ് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി മൾട്ടി ലെവൽ എന്ന് പറഞ്ഞാലോ, അവിടെ ഒരു ചെയിൻ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് സംഭവിക്കുന്നത്. അതായത് ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഡിറൈവ് ചെയ്യുന്നു, ആ ഡിറൈവ് ചെയ്ത ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ഡിറൈവ്ഡ് ക്ലാസ് ഡിറൈവ് ചെയ്യുന്നു. ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് ക്ലാസ്സും കൂടെ വരുന്നുണ്ട്. ഇനി ഹൈറാർക്കിക്കൽ ആണെങ്കിലോ, ഹൈറാർക്കിക്കൽ ആണെങ്കിൽ ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് മൾട്ടിപ്പിൾ ഡിറൈവ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ ആ ഡിറൈവ് ചെയ്യുന്ന ക്ലാസ്സുകൾക്കെല്ലാം ബേസ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതാണ് ഹൈറാർക്കിക്കൽ എന്ന് പറയുന്നത്. ഒരൊറ്റ ബേസ് ക്ലാസ്സിൽ നിന്ന് 3-ലധികം ഡിറൈവ്ഡ് ക്ലാസ്സുകൾ നമ്മൾ ഡിറൈവ് ചെയ്യുന്നു. ഇനി മൾട്ടിപ്പിളും ഹൈബ്രിഡും ആണെങ്കിലോ, മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മൾട്ടിപ്പിൾ ബേസ് ക്ലാസ്സുകളിൽ നിന്നാണ് അവിടെ ഒരു സിംഗിൾ ഡിറൈവ്ഡ് ക്ലാസ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ ഈ മൾട്ടിപ്പിൾ ബേസ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് ആണ് ആർക്ക് കിട്ടുന്നത്? ഈ ഡിറൈവ് ചെയ്യുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിന് കിട്ടുന്നത്. ഇനി ഹൈബ്രിഡ് ആണെങ്കിലോ, നമുക്ക് മൾട്ടിപ്പിളിന്റെയും മൾട്ടി ലെവലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഹൈബ്രിഡ് എന്ന് പറയാം. അതായത് അവിടെ ബേസ് ക്ലാസ് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഫൈനൽ ആയിട്ടുള്ള ഡിറൈവ്ഡ് ക്ലാസ്സും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇൻഹെറിറ്റൻസ് ആണ്. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന ഓരോ ടൈപ്പിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് വൺ, സിംഗിൾ ഇൻഹെറിറ്റൻസ് എക്സാമ്പിൾ. ഡെഫിനിഷൻ നോക്കിയോ. വെൻ എ ക്ലാസ് ഇൻഹെറിറ്റ്സ് അനദർ ക്ലാസ് ഇറ്റ് ഈസ് നോൺ ആസ് എ സിംഗിൾ ഇൻഹെറിറ്റൻസ്. അതായത് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു സിംഗിൾ ബേസ് ക്ലാസ്സിൽ നിന്നും ഒരു സിംഗിൾ ഡിറൈവ്ഡ് ക്ലാസ്സിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുന്നു. ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിയേ. ആനിമൽ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. ഇനി ആ ആനിമൽ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താ മെത്തേഡിന്റെ പേര്? ഈറ്റ് എന്നാണ് മെത്തേഡിന്റെ പേര്. ആ ഈറ്റ് എന്ന് പറയുന്ന മെത്തേഡിനകത്ത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബോഡിക്കകത്ത് എന്താണ്? system.out.printlnനകത്ത് ഈറ്റിംഗ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി നമ്മൾ ആ മെത്തേഡ് ക്ലോസ് ചെയ്തു. നമ്മുടെ ക്ലാസ് അവിടെ തീർന്നു. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് അവിടെ തീർന്നു. ഇനി നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്ന പുതിയ ക്ലാസ്സിനെ പറ്റിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ ഡോഗ് എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. ആരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ ആനിമൽ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിനെയാണ് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നമ്മൾ ഒരു മെത്തേഡ് കൊടുത്തു. ബാർക്ക് എന്നാണ് ആ മെത്തേഡിന്റെ നെയിം. അവിടെ നമ്മൾ ബോഡിക്കകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ബാർക്കിംഗ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഡിറൈവ് ചെയ്തിരിക്കുന്ന ക്ലാസ് നമ്മൾ അവിടെ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ മെയിൻ മെത്തേഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ആ പുതിയ ക്ലാസ്സിനകത്ത് നമ്മൾ മെയിൻ മെത്തേഡ് കൊടുത്തു. അവിടെ നമ്മൾ ക്ലാസ്സുകളുടെ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ മെത്തേഡുകളെ ആക്സസ് ചെയ്യും, മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ക്ലാസ് ഏതാണ്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ക്ലാസ് ഏതാണ്? ഡിറൈവ്ഡ് ക്ലാസ്സിനാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഡോഗ് എന്നുള്ളതാണ് നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്. അതുകൊണ്ട് നമ്മൾ ആ ഡിറൈവ്ഡ് ക്ലാസ്സിന് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഡി എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ പേര്. നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വെച്ച ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി നമുക്ക് എന്തൊക്കെ ആവശ്യം? ഈ ഒരു ആനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിനകത്തും ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്തും 2 മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിനെ നമുക്ക് ആക്സസ് ചെയ്യണം അല്ലേ. അപ്പൊ നമ്മൾ ഡി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ
മെത്തേഡ്സിനെ ആക്സസ് ചെയ്യുകയാണ്. എവിടത്തേക്ക് മെത്തേഡ്സിനെ നമ്മൾ ആക്സസ് ചെയ്തു? ബേസ് ക്ലാസ്സിലെയും അതോടൊപ്പം തന്നെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ്സിലെയും മെത്തേഡിനെ ആക്സസ് ചെയ്തു. ആരുടെ ഒബ്ജക്റ്റ് വെച്ചിട്ട്? ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട്. അപ്പൊ ഇതാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഔട്ട്പുട്ട് നോക്കിയേ. ഡി ഡോട്ട് ബാർക്ക് എന്ന് പറയുമ്പോൾ ഡിറൈവ്ഡിനകത്തെ മെത്തേഡ് ഇൻവോക്ക് ആവുന്നു, അവിടുത്തെ ബോഡി എക്സിക്യൂട്ട് ആവുന്നു. ഡി ഡോട്ട് ഈറ്റ് എന്ന് പറയുമ്പോൾ എവിടെ പോകുന്നു? ബേസ് ക്ലാസ്സിനകത്ത് പോയിട്ട് ബേസ് ക്ലാസ്സിനകത്തെ മെത്തേഡ് അവിടെ വർക്ക് ആവുന്നു, അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് എക്സിക്യൂട്ട് ആവുന്നു. അപ്പൊ ബാർക്കിംഗ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ രണ്ട് മെസ്സേജ് അവിടെ പ്രിന്റ് ആയിട്ട് അതായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ സിംഗിൾ ഇൻഹെറിറ്റൻസ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ബേസ് ക്ലാസ് കൊടുക്കുക, ഒരു ഡിറൈവ്ഡ് ക്ലാസ് കൊടുക്കുക, ആ ഡിറൈവ്ഡ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ബേസ് ക്ലാസ്സിലെയും ഡിറൈവ്ഡ് ക്ലാസ്സിലെയും മെത്തേഡ്സിനോ അല്ലെങ്കിൽ ഫീൽഡിനോ ആക്സസ് ചെയ്യിപ്പിക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പ് ആയിരുന്നു ഏത്? മൾട്ടി ലെവൽ എന്ന് പറയുന്നത് അല്ലെ. ഡെഫിനിഷൻ നോക്കിയേ. When there is a chain of inheritance, it is known as multi-level inheritance. ഇപ്പൊ ചെയിൻ ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. അതായത് ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാകുന്നു, ആ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ് ഉണ്ടാകുന്നു, അങ്ങനെ ഒരു ലെവലിൽ പോവുകയാണെങ്കിൽ നമുക്കതിനെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഇനി ഇവിടെ നമ്മൾ സെയിം എക്സാമ്പിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. നമ്മുടെ ക്ലാസ് ആനിമൽ എന്ന് പറയുന്നതാണ് ബേസ് ക്ലാസ് അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ സെയിം മെത്തേഡ് തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി നമ്മുടെ ഫസ്റ്റ് ഡിറൈവ്ഡ് ക്ലാസ് ആണ് ഏത്? ഡോഗ് എന്ന് പറയുന്നത്. ആനിമൽ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിനെയാണ് നമ്മൾ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മളൊരു മെത്തേഡ് കൊടുത്തു, ബാർക്ക് എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മൾ രണ്ടാമത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഡിറൈവ്ഡ് ക്ലാസ് ആണ് ബേബി ഡോഗ് എന്ന് പറയുന്നത്. അപ്പൊ ബേബി ഡോഗ് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്ന സൂപ്പർ ക്ലാസ് ഏതാണ്? ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിനെയാണ് ബേബി ഡോഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഡോഗ് എന്ന് പറയുന്നത് ആരുടെ ഡിറൈവ്ഡ് ക്ലാസ് ആണ്? നമ്മുടെ ആനിമലിന്റെ ഡിറൈവ്ഡ് ക്ലാസ് ആണ് ഡോഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ക്ലാസ്സിനെയാണ് നമ്മുടെ ബേബി ഡോഗ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ബേബി ഡോഗിന് ആരുടെയൊക്കെ പ്രോപ്പർട്ടീസ് കിട്ടും? ഈ ഡോഗിന്റെ പ്രോപ്പർട്ടീസും കിട്ടും, അതുപോലെ തന്നെ ഈ ആനിമലിന്റെ പ്രോപ്പർട്ടീസും കിട്ടും. ആരെയൊക്കെ ആക്സസ് ചെയ്യാം? ഈറ്റ് എന്ന് പറയുന്ന മെത്തേഡിനെ ആക്സസ് ചെയ്യാം, അതുപോലെ തന്നെ ബാർക്ക് എന്ന് പറയുന്ന മെത്തേഡിനെയും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളവിടെ ഇൻഹെറിറ്റൻസിനകത്തെ ക്ലാസ്സുകളെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്താ ചെയ്തിരിക്കുന്നത് നോക്കിയേ. നമ്മുടെ മെയിൻ മെത്തേഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ടെസ്റ്റ് ഇൻഹെറിറ്റൻസ് 2 എന്നാണ് ക്ലാസിന്റെ നെയിം. അവിടെ നമ്മൾ മെയിൻ മെത്തേഡ് കൊടുത്തു. നമ്മൾ ആർക്കാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ബേബി ഡോഗ് എന്ന് പറയുന്ന നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഡിറൈവ്ഡ് ക്ലാസ്സിനാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡി എന്നാണ് ഒബ്ജക്റ്റിന്റെ നെയിം. ആ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആരെയൊക്കെ ആക്സസ് ചെയ്യേണ്ടത്? ആനിമൽ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ഡോഗ് എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ക്ലാസ്സിനെയും അതുപോലെ ബേബി ഡോഗ് എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തെ മെത്തേഡ്സിനെയൊക്കെ ആക്സസ് ചെയ്യേണ്ടത്. അപ്പൊ ഡി ഡോട്ട് വീപ്പ് എന്ന് കൊടുത്തു, ഡി ഡോട്ട് ബാർക്ക്, ഡി ഡോട്ട് ഈറ്റ്. ഈറ്റ് എന്ന് പറയുന്നത് ആനിമലിനകത്തെ ക്ലാസ് ആണ്, ബാർക്ക് എന്ന് പറയുന്നത് ഡോഗിനകത്തെ ക്ലാസ് ആണ്, മെത്തേഡ് ആണ്. വീപ്പ് എന്ന് പറയുന്നത് ബേബി ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്തെ മെത്തേഡ് ആണ്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഡിറൈവ് ചെയ്ത ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ മൂന്ന് മെത്തേഡ്സിനെ ആക്സസ് ചെയ്തു. ഔട്ട്പുട്ട് നോക്കിയേ, ഓരോ മെത്തേഡിനകത്തെ സ്റ്റേറ്റ്മെന്റുകൾ പ്രിന്റ് ആയിട്ട് വന്നു. അപ്പൊ ഇത്രയാണ് മൾട്ടി ലെവലിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ആണ്. ഡെഫിനിഷൻ: when two or more classes inherits a single class, it is known as hierarchical inheritance. അതായത് ഒരു ബേസ് ക്ലാസ്സിൽ നിന്നും, ഒരു സിംഗിൾ ബേസ് ക്ലാസ്സിൽ നിന്നും മൾട്ടിപ്പിൾ ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സെയിം എക്സാമ്പിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. സിംഗിൾ ബേസ് ക്ലാസ്സിൽ നിന്നും മൾട്ടിപ്പിൾ ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഉണ്ടാകണം. ഇവിടെ നോക്കുക, ആനിമൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസ് ക്ലാസ്. അതിനകത്ത് നമ്മൾ ഈറ്റ് എന്നുള്ള മെത്തേഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡോഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഡിറൈവ്ഡ് ക്ലാസ്. അത് ആരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്? ആനിമൽ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ക്ലാസ് ആണ് ഡോഗ് എന്ന് പറയുന്നത്. അതിനകത്തൊരു മെത്തേഡ് ഉണ്ട്, ബാർക്ക് എന്ന് പറഞ്ഞിട്ട്. ഇനി വീണ്ടും മൂന്നാമത്തെ ക്ലാസ് നോക്കിയേ, ക്യാറ്റ് എന്ന് പറയുന്ന അടുത്ത ഡിറൈവ്ഡ് ക്ലാസ് ആണ്. ആരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്? ആനിമൽ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ, ആനിമൽ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്താണ് ഡോഗ് എന്നും ക്യാറ്റ് എന്നും പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ്സുകൾക്ക് ആനിമൽ എന്ന് പറയുന്ന ക്ലാസിന്റെ മെത്തേഡ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ആ ക്ലാസ്സുകളെല്ലാം ക്ലോസ് ചെയ്തു. നമ്മുടെ മെയിൻ മെത്തേഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ അടുത്ത ക്ലാസ് കൊടുത്തു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയേ, ക്യാറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനാണ് നമ്മളിവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാറ്റ് സി എന്ന് പറഞ്ഞാണ് ഒബ്ജക്റ്റിന്റെ നെയിം. സി എന്ന് പറഞ്ഞാണ് ഒബ്ജക്റ്റിന്റെ നെയിം. ആ ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ
മ്യാവു എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ കോൾ ചെയ്തു. മ്യാവു എന്നുള്ള ക്ലാസ് മെത്തേഡ് ഏത് ക്ലാസ്സിനകത്തെയാണ്? കാറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്തെയാണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സിക്യൂട്ട് ആവും, കുഴപ്പമൊന്നുമില്ല. ഇനി സി ഡോട്ട് ഈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കോൾ ചെയ്തു. അപ്പൊ ഈറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഏത് ക്ലാസ്സിനകത്തെയാണ്? ആനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിനകത്തെ. അതായത് ആനിമൽ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചാണല്ലോ കാറ്റ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആനിമലിനകത്തെ മെത്തേഡിനെ ആക്സസ് ചെയ്യുന്നതിനും ആർക്ക് കുഴപ്പമില്ല? കാറ്റിന് കുഴപ്പമില്ല. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സിക്യൂട്ട് ആവുന്നു. ഇനി നോക്കി സി ഡോട്ട് ബാർക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സി ഡോട്ട് ബാർക്ക്, ബാർക്ക് എന്ന് പറയുന്ന മെത്തേഡ് എവിടുത്തെയാണ്? ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്തെ മെത്തേഡാണ് ബാർക്ക് എന്ന് പറയുന്നത്. ഈ കാറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിന് ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ വരുന്നുണ്ടോ? ഇല്ല. ആനിമൽ എന്ന് പറയുന്നതിന്റെ ബേസ് ക്ലാസ്സുമായിട്ടേ കണക്ഷൻ വരുന്നുള്ളൂ. അതുകൊണ്ട് കാറ്റ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡോഗ് എന്ന് പറയുന്ന ക്ലാസിന്റെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഒരു കാര്യം ഓർത്തു വെക്കുക. ഇത് ഔട്ട്പുട്ട് എങ്ങനെയൊക്കെ വരും? മ്യാവു എന്ന് പറയുന്ന മെത്തേഡിന്റെ ഔട്ട്പുട്ടും വരും, അതുപോലെ തന്നെ ഈറ്റ് എന്ന് പറയുന്ന മെത്തേഡിന്റെയും ഔട്ട്പുട്ട് ഇവിടെ പ്രിന്റ് ആയിട്ട് വരും. അത്രയാണ് ബേസിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ജാവയ്ക്കകത്ത് ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാത്ത ഇൻഹെറിറ്റൻസുകളാണ് ഏതൊക്കെ? മൾട്ടിപ്പിളും ഹൈബ്രിഡ് എന്നും പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലേ? എന്തുകൊണ്ടാണ്? കോഡ് കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടി. നമ്മുടെ ജാവ എന്ന് പറയുന്നത് സിമ്പിൾ ആണെന്ന് നമുക്കറിയാം, നമ്മുടെ ഫീച്ചർ ആണ് സിമ്പിൾ എന്നുള്ളത് അല്ലേ? അപ്പൊ സിമ്പിൾ ആക്കാൻ വേണ്ടി നമ്മൾ പോയിന്റർ അതുപോലെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മൾ ഒഴിവാക്കിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ മൾട്ടിപ്പിൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ഇന്റർഫേസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മൾട്ടിപ്പിൾ കോംപ്ലക്സ് ആകാൻ വേണ്ടിയുള്ള ഒരു കാരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നിലധികം ബേസ് ക്ലാസ്സിൽ നിന്നും ഒരു സിംഗിൾ ഡിറൈവ്ഡ് ക്ലാസ് ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു പ്രോസസ് ആണ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ക്ലാസ് എയും ക്ലാസ് ബി എന്നും പറയുന്നതാണ് രണ്ട് ബേസ് ക്ലാസ്സുകൾ. ഇവിടെ കൊടുത്തിരിക്കുന്ന മെത്തേഡാണ് മെസ്സേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സി എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ആരിൽ നിന്നൊക്കെയാണ്? എ എന്നും ബി എന്നും പറയുന്ന രണ്ട് ബേസ് ക്ലാസ്സുകളിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്ന ക്ലാസ് ആണ് സി എന്ന് പറയുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ടും ഈ സിക്ക് ഈ ബിക്കകത്തെ മെത്തേഡിനെയും അതുപോലെ തന്നെ എക്കകത്തെ മെത്തേഡിനെയും ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഇനി സിക്കകത്ത് മെസ്സേജ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വരുവാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ടും ഡിറൈവ് ചെയ്തിരിക്കുന്ന ക്ലാസ്സിലെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഡിറൈവ് ചെയ്തിരിക്കുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ആ മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ എക്കകത്ത് മെസ്സേജ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, ബിക്കകത്ത് മെസ്സേജ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കമ്പൈലറിന് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഏത് മെത്തേഡിനെയാണ് ഇൻവോക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഒരു കമ്പൈൽ ടൈം എറർ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള കോംപ്ലക്സിറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ ഇന്റർഫേസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ആക്കിയിരിക്കുന്നത്. ഇത്രയാണ് ജാവയ്ക്കകത്ത് ബേസിക് ആയിട്ട് വരുന്ന ഇൻഹെറിറ്റൻസ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സുകളും.